പി ആർ കാർത്തിക് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കാർത്തിക്, ഇതിൽ അറിയേണ്ടത് ഇപ്പോൾ കേരള തീരത്ത് അടക്കം ആശങ്കപ്പെടേണ്ട പശ്ചാത്തലമുണ്ടോ? പ്രത്യേകിച്ച് ഇനിയും സ്ഫോടന സാധ്യതയുണ്ട്, തീപിടിക്കാവുന്ന വസ്തുക്കളടക്കം കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ 22 ജീവനക്കാരിൽ 18 പേർ സുരക്ഷിതർ എന്ന് പറയുമ്പോൾ മറ്റ് 4 പേരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, 4 പേരെക്കുറിച്ച് ഇതുവരെയും പുതിയ വിവരങ്ങൾ ഇല്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് കേരള തീരത്ത് പുറംകടലിൽ തീരത്ത് നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ അകലെ ഇത്തരത്തിൽ കപ്പലിന് തീപിടിച്ചതായി ഒരു വിവരം പുറത്തു വന്നത്. അതിനുശേഷം രക്ഷാപ്രവർത്തനം ആദ്യഘട്ടം മുതൽ തന്നെ വളരെ ഊർജിതമായി പുരോഗമിച്ചു. കോസ്റ്റ് ഗാർഡിൻ്റെ 5 കപ്പലുകളും അതോടൊപ്പം തന്നെ 3 ഡോപ്പിയർ വിമാനങ്ങളും അടക്കം സ്ഥലത്തുണ്ട്. INS അടക്കം ഒരു കപ്പലും ഇപ്പോൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. പക്ഷേ അപ്പോഴും കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ സ്ഫോടക ശേഷിയുള്ള ചരക്കുകളാണ് ഉണ്ടായിരുന്നത് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 9:30 അപകടമുണ്ടായി. ഏതാണ്ട് 10:00 വിവരം ലഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകിയത്. അപ്പോൾ തന്നെ മുംബൈയിലെ കോസ്റ്റ് ഗാർഡിൻ്റെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്ററിൽ നിന്നും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകി. ആദ്യഘട്ടത്തിൽ നൽകിയ നിർദ്ദേശം ഈ അപകടമുണ്ടായ കപ്പലിന് സമീപത്തുകൂടി യാത്ര ചെയ്യുന്ന കപ്പലുകൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ഈ കപ്പലിൻ്റെ സമീപത്ത് 2 കപ്പലുകൾ, അതായത് MV1 മാർവൽ എന്നതടക്കമുള്ള കണ്ടെയ്നർ ചരക്ക് കപ്പൽ ഈ ഭാഗത്തുകൂടി പോകുന്നതായി വിവരം ലഭിച്ചു. ഈ കപ്പലുകൾക്കടക്കം അടിയന്തര നിർദ്ദേശം നൽകി. മാത്രമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ കൂടി ആ കപ്പലുകൾക്ക് നിർദ്ദേശം നൽകി. അങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായ സമയത്ത് കപ്പലിൽ നിന്നും കടലിലേക്ക് ചാടിയ 18 പേർ, ക്യാപ്റ്റൻ അടക്കമുള്ളവരാണ് ആദ്യഘട്ടത്തിൽ കടലിലേക്ക് ചാടിയത്. ലൈഫ് ജാക്കറ്റുകളും അതോടൊപ്പം തന്നെ റിഫ്റ്റും ചെറു ബോട്ടുകളിലുമൊക്കെയാണ് അവർ കടലിലേക്ക് ചാടിയത്. 4 പേർ ആ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ 4 പേരും ഫയർ ഫൈറ്റിംഗ് വിദഗ്ധരാണ്. അതായത് കപ്പലിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യം ഉണ്ടായാൽ, തീപിടുത്തമുണ്ടായാൽ ആ തീ കെടുത്തുന്നതിനും മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ഇവരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നതും. ഈ 22 പേരിലും ഇന്ത്യക്കാരില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം. 18 പേരെ ഇതിനോടകം തന്നെ രക്ഷിച്ചു, അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പക്ഷേ അതിൽ 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാണാതായ 4 പേരിൽ ഒരാൾ ഇന്തോനേഷ്യ പൗരനാണ്. അതോടൊപ്പം തന്നെ 2 പേർ തായ്വാനിൽ നിന്നുള്ളവരാണ്. ഒരാൾ മ്യാൻമാർ പൗരനാണ്. ഇത്തരത്തിൽ ജീവനക്കാരിൽ ഇന്ത്യക്കാർ ഇല്ല എന്നതാണ് ആദ്യഘട്ടം മുതൽ പുറത്തു വരുന്ന വിവരം. ഇതിനോടകം തന്നെ ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ കപ്പലിൽ ഇപ്പോൾ നാവിഗേഷനില്ല. സ്വാഭാവികമായും കപ്പലിലുള്ള എല്ലാവരും 18 പേർ പുറത്തേക്ക് ചാടി. 4 പേരുടെ കാര്യത്തിൽ അവ്യക്തതകൾ തുടരുന്നു. കപ്പലിന് നാവിഗേഷനില്ല. സ്വാഭാവികമായും ദിശയില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പൽ. അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം ദുർഘടമാകുന്നതും. പരമാവധി ആദ്യഘട്ടം മുതൽ തന്നെ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും പ്രാധാന്യം നൽകുന്നത് ഈ 4 പേരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യത്തിനാണ്. അതോടൊപ്പം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും സജീവമായി തുടരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കാറ്റ് വളരെ ശക്തമായി വീശുന്നു. അത് ഈ തീ സമീപത്തെ കണ്ടെയ്നറുകളിലേക്ക് പടരാനുള്ള